നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മസ്കറ്റിൽ സിലിണ്ടറിൽ കുറഞ്ഞ അളവിൽ മാത്രം ഗ്യാസ് നിറച്ച ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന കമ്പനിക്കെതിരെ നടപടിയുമായി ഉപഭോക്തൃ സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച ബർക്കയിലെ കമ്പനി അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തു. അധികൃതർ നിശ്ചയിച്ച അളവിൽ കുറഞ്ഞ ഗ്യാസ് സിലിണ്ടറിൽ നിറയ്ക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. കുറഞ്ഞ അളവിൽ ഗ്യാസ് നിറച്ച സിലിണ്ടറുകൾ വാഹനത്തിൽ കയറ്റുമ്പോഴാണ് അധികൃതർ കമ്പനിയുടെ വസ്തുവകകൾ പിടിച്ചെടുത്തത്. നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പരിശോധിച്ചതിനെ തുടർന്ന് ഇവയിൽ അളവ് കുറവുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ചില സിലിണ്ടറുകളിൽ 4 കിലോ വരെ തൂക്കക്കുറവുള്ളതായും അധികൃതർ കണ്ടെത്തിയിരുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ 7ാം ഖണ്ഡികയാണ് കമ്പനി ലംഘിച്ചതെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അധികൃതർ അറിയിച്ചു. പാചകവാതക സിലിണ്ടർ വിതരണക്കാർ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതായി നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിയായ അളവിൽ പാചകവാതകമില്ലാതെ സിലിണ്ടറുകൾ ഉപഭോക്താവിന് നൽകാറുണ്ട്. ഉപഭോക്താക്കൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറുമില്ല. വിചാരിച്ചതിലും നേരത്തെ ഗ്യാസ് തീരുമ്പോഴാണ് പലരും ഇതറിയുന്നത്. ഗ്യാസ് സിലിണ്ടറുകളുടെ സീൽ പൊളിക്കുന്നതിന് മുൻപ് തൂക്കം കണക്കാക്കിയാൽ ഇത്തരം തട്ടിപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ചില ഗ്യാസ് വിതരണക്കാർ കെട്ടിടത്തിന്റെ മുകളിലും മറ്റും താമസിക്കുന്നവരിൽ നിന്ന് അധിക നിരക്കാണ് ഈടാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതികളും വ്യാപകമായി ലഭിക്കുന്നുണ്ട്. പ്രത്യേക ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാണ് നിശ്ചിത തുകയിലും അധികം പണം ഇങ്ങനെ ഈടാക്കുന്നത്. അടുക്കള പ്രവർത്തിക്കണമെങ്കിൽ ഗ്യാസ് ഇല്ലാതെ പറ്റില്ല എന്നതിനാൽ പലരും അധിക പണം നൽകാനാണ് പതിവ്. ഇത് മുതലെടുത്താണ് നിരവധി പേരെ ഇത്തരത്തിൽ പിഴിഞ്ഞ് ജീവനക്കാർ കാശുണ്ടാക്കുന്നത്. ഇങ്ങനെ പ്രവാസികളിൽ നിന്നും അധികം തുക ഈടാക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.